മൂസാ നബിയുടെ വളർത്തുമ്മ ഫിർഔനിൻ്റെ ഭാര്യ. പൂർണ്ണനാമം ആസിയ ബിന്തു മുസാഹിമ് ബിൻ ഉബൈദ് ബിൻ റയ്യാൻ ബിൻ വലീദ്. സത്യവിശ്വാസികൾക്ക് ശാശ്വത മാതൃകയായി ഖുർആൻ വിശേഷിപ്പിച്ച മഹദിയാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. അവർ ഖിബ്തി ഗോത്രക്കാരിയാണെന്നും അതല്ല ബനു ഇസ്രായേൽക്കാരിയാണെന്നും രണ്ടഭിപ്രായമുണ്ട്. മൂസാ നബിയുടെ അമ്മായിയായിരുന്നു അവരെന്നും ചില ചരിത്രകാരന്മാർ അനുമാനിക്കുന്നു. മൂസാ നബി ജനിക്കുമ്പോൾ ഈജിപ്തിലെ ഫറോവയായിരുന്ന ഖാബൂസിന്റെ മൂത്ത സഹോദരൻ വലീദ് ബിനു മിസ്അബായിരുന്നു അവരുടെ ആദ്യ ഭർത്താവ്. വലീദിന്റെ മരണശേഷം ഖാബൂസ് അവരെ വിവാഹം ചെയ്തു. ഖുർആൻ അവരുടെ പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും അവരെ ഉദ്ദേശിച്ച് ഫിർഔന്റെ ഭാര്യ എന്ന് 2 സ്ഥലത്ത് പരാമർശിക്കുന്നുണ്ട്. സൂറത്തു തഹ്രീമിലും സൂറത്തുൽ ഖസസിലുമാണ് പ്രസ്തുത പരാമർശമുള്ളത്. തൻ്റെ അധികാരത്തിന് ഭാവിയിൽ ഭീഷണിയായി തീരുമെന്ന് കരുതി ഫിർഔൻ ഇസ്രായേലിൽ പിറക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് മൂസാ നബി ജനിക്കുന്നത്. അതിനാൽ കുട്ടി ജനിച്ച് 3 മാസങ്ങൾക്കകം അള്ളാഹുവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മൂസായുടെ ഉമ്മ അദ്ദേഹത്തെ ഒരു പെട്ടിയിലിട്ട് നൈൽ നദിയിൽ ഒഴുക്കുകയാണ്. കുട്ടിയും പെട്ടിയും സുരക്ഷിതമായി ആസിയ രാജ്ഞിയുടെ കൈകളിലെത്തുകയും അവർ കുട്ടിയെ വളർത്തുകയും ചെയ്തു. അതിനെപ്പറ്റി ഖുർആൻ പ്രതിപാദിക്കുകയാണ്: നാം മൂസായുടെ മാതാവിന് ബോധനം നൽകി, അവനെ മുലയൂട്ടുക, അവൻ്റെ ജീവനിൽ ആശങ്കയുണ്ടായാൽ അവനെ പുഴയിലെറിയുക. ഒന്നും ഭയപ്പെടേണ്ടി വരില്ല, നാം അവനെ നിന്റെ അടുത്തേക്ക് തന്നെ തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അവനെ ദൈവദൂതന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. മൂസാ നബിയെ വളർത്തുന്നതിൽ ആസിയ ബീവി കാണിച്ച താൽപ്പര്യം ഖുർആൻ ഇങ്ങനെ ചിത്രീകരിക്കുന്നു: അതെ, ഫറോവയുടെ ഭാര്യ അവനോട് പറഞ്ഞു, ഇവൻ എന്റെയും നിന്റെയും കണ്ണിന് കുളിരാകുന്നു, ഇവനെ വധിക്കരുത്. ഇവൻ നമുക്ക് ഗുണപ്പെട്ടാലോ, അല്ലെങ്കിൽ നമുക്കിവനെ ഒരു പുത്രൻ തന്നെ ആക്കാമല്ലോ. മൂസ വളർന്ന് വലുതായതിന് ശേഷം ആസിയ ബീവി റളിയല്ലാഹു അൻഹ ദൈവത്തിലും മൂസാ നബിക്ക് അവതീർണമായ തൗറാത്ത് എന്ന ഗ്രന്ഥത്തിലും വിശ്വസിക്കുകയാണ്. ആദ്യം അവർ തൻ്റെ വിശ്വാസം രഹസ്യമായി വെച്ചു. എന്നാൽ ആസിയയുടെ ഭൃത്യയായ മാഷിത ബീവി റളിയല്ലാഹു അൻഹ മൂസാ നബിയിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഫിർഔനിൻ്റെ ക്രൂര മർദ്ദനങ്ങൾക്ക് ഇരയായി മരണപ്പെട്ടതോടെ ആസിയയും തൻ്റെ വിശ്വാസം പരസ്യമാക്കി. അതോടെ അവരും ക്രൂരമർദ്ദനങ്ങൾക്കിരയായി. പരലോക വിശ്വാസം മുറുകെ പിടിച്ച് അവർ അതിനെതിരെ സഹന സമരം നടത്തി. ഫിർഔനിൻ്റെ അധികാരം ആസിയയെ തളർത്തിയില്ല. കൊട്ടാര സുഖങ്ങൾ അവരെ മോഹിപ്പിച്ചതുമല്ല. അതിക്രമവും മർദ്ദനവും അവരെ വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പിച്ചു നിർത്തുകയാണ് ചെയ്തത്. ഫിർഔനിൻ്റെ കഠോര മർദ്ദനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കെ അവർ നടത്തിയ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അവൾ പ്രാർത്ഥിക്കുകയാണ്: നാഥാ, എനിക്ക് നിന്റെ അടുക്കൽ സ്വർഗത്തിലൊരു ഗേഹം നൽകണമേ. ഫറോവയിൽ നിന്നും അയാളുടെ കർമ്മത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ധിക്കാരികളായ ജനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഭക്തിയിലും നന്മയിലും പരിശുദ്ധ മറിയമിനെ പോലെ മാതൃകാ വനിതയായിട്ടാണ് ഖുർആൻ അവരെ പരിചയപ്പെടുത്തുന്നത്. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു: കമുല മിനർ റിജാലി കസീറും വലം യക്മുൽ മിനൻ നിസാഇ ഇല്ലാ ആസിയത ഇംറാതു ഫിർഔന വ മറിയമ ഇബ്നതു ഇമ്രാൻ. പുരുഷന്മാരിൽ നിന്ന് നിരവധി പേർ പൂർണ്ണത നേടിയിട്ടുണ്ട്. എന്നാൽ സ്ത്രീകളിൽ നിന്ന് പൂർണ്ണത നേടിയത് ഫിർഔനിൻ്റെ ഭാര്യയായ ആസിയ ബീവിയും ഇമ്രാന്റെ പുത്രിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുമാണ്.